ലീഗ് മന്ത്രിമാർക്കെതിരെ പാർട്ടിയിൽ ഉയർന്ന വിമർശനങ്ങളുടെയും അതൃപ്തിയുടെയും പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് രാവിലെ 9 മണിക്ക് പാണക്കാട് വെച്ച് നടക്കും. വിവാദം ഒഴിവാക്കാൻ പാണക്കാട് വെച്ച് ലീഗ് മന്ത്രിമാർക്കുള്ള ചായ സൽക്കാരം നടത്തുന്നു എന്ന പേരിലാണ് മന്ത്രിമാരെ വിളിപ്പിച്ചത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. വിമർശനങ്ങൾ ഒഴിവാക്കാൻ ഒരു ചായ സൽക്കാരം എന്നതിലപ്പുറം എന്താണ് ഇന്നത്തെ അജണ്ട? ഗുഡ് മോർണിംഗ് മോത്തി. ഒരിക്കലും അതൊരു ചായ സൽക്കാരം മാത്രമാകില്ല. പക്ഷേ ചായ സൽക്കാരം എന്ന പേരിൽ ലീഗിന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ അത്രമേൽ ഗൗരവകരമായിട്ടുള്ളതാണ്. കാരണം ഒറ്റക്കെട്ടായി തന്നെ ഒരേ സ്ട്രാറ്റജിയോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. വലിയ പ്രശംസ അണികളും പ്രവർത്തകർക്കും ഒക്കെ നേതൃത്വം നൽകിയതുമാണ്. പിന്നാലെ ഇത്തരത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലാണ് വലിയ രീതിയിലൊരു അതൃപ്തി പുകഞ്ഞത്. അത് പരസ്യമായി തന്നെ പ്രവർത്തകരൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം ആദ്യം രംഗത്ത് വന്നു. പിന്നെ യൂത്ത് ലീഗ് പരസ്യമായി പ്രമേയം പാസ്സാക്കി, MSF പ്രമേയം പാസ്സാക്കി. ഇതൊക്കെ വലിയ രീതിയിൽ ഇത്ര മന്ത്രിമാരെയും പാർട്ടി നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ തന്നെയാണ് എന്ത് സ്ട്രാറ്റജി, എന്ത് നയം സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യം നേതൃത്വത്തിന് മുന്നിലുണ്ടാകും. അപ്പോൾ മന്ത്രിമാരോട് കൂടി അത് ആരായും, മന്ത്രിമാരുടെ നിലപാട് കൂടി അതിൽ ഏറ്റവും പ്രസക്തമാണ് എന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ സമീപത്ത് ഉയർന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ PM ശ്രീയും ഒപ്പം തന്നെ വീര്യം കൂടിയ മദ്യനയവും ഒക്കെ ലീഗ് മന്ത്രിമാരെടുത്ത സ്റ്റാൻഡ്, അവർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നേതൃത്വം നിലപാട് ഘടിപ്പിക്കും. ലീഗ് മന്ത്രിമാരോട് നിലവിലുണ്ടായ വിഷയങ്ങളിലെ ഒരു വിശദീകരണം തന്നെയായിരിക്കും എന്തായാലും ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലീഗ് മന്ത്രിമാർ അതിനോട് എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കും, ലീഗിൻ്റെ നയം എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി മന്ത്രിമാർക്കിടയിൽ നിന്ന് വരേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഒരു പാണക്കാട് നേതൃത്വം ഇടപെടലുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ആ യോഗം അതിൻ്റെ പ്രസക്തി ആ തരത്തിൽ കൂടിയാണ് എന്നതുകൂടിയാണ് മോത്തി. നാളെ എന്തായാലും ലീഗിൻ്റെ നേതൃയോഗം ചേരുന്നുണ്ട്. അതിന് മുമ്പാകെ തന്നെയാണ് ഈ ചായ സൽക്കാരം പാണക്കാട് നടക്കുന്നത്. അത് വെറും ഒരു ചായ സൽക്കാരമായിരിക്കില്ല, ഒരു പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ യോഗം തന്നെയായിരിക്കും മോത്തി. ശരി.